നെക്സ്റ്റ് ടോപ്പിക്കാണ് ആക്ടേഴ്സ് ഓൺ ദി സീൻ. ആക്ടേഴ്സ് ഓൺ ദി സീൻ. ഇപ്പോൾ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഡാറ്റാബേസ് എന്താണ്, ഡാറ്റാബേസ് സിസ്റ്റം, ഡാറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റം എന്താണ്, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെ പറഞ്ഞു. സോ നമ്മളിവിടെ പഠിക്കുന്നത് ആക്ടേഴ്സ് ഓൺ ദി സീനാണ്. ഓക്കെ, അതായത് ആക്ടേഴ്സ് ഓൺ ദി സീൻ എന്ന് പറയുമ്പോൾ ഡെയിലി നമ്മുടെ ലാർജ് ഡാറ്റാബേസ് യൂസ് ചെയ്യുന്ന ആരൊക്കെയാണ്, അതാണ് നമ്മൾ ആക്ടേഴ്സ് ഓൺ ദി സീൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആരൊക്കെയാണ് ഡേ ടു ഡേ ആയിട്ട് നമ്മുടെ ലാർജ് ഡാറ്റാബേസ് യൂസ് ചെയ്യുന്ന പീപ്പിൾസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡാറ്റാബേസ് അഡ്മിനിസ്ട്രേറ്റേഴ്സ്, അതാണ് DBA, ദെൻ ഡിസൈനേഴ്സ്, ഡാറ്റാബേസ് ഡിസൈനേഴ്സ്, പിന്നെ യൂസേഴ്സ്, ദെൻ സിസ്റ്റം അനലിസ്റ്റ് ആൻഡ് ആപ്ലിക്കേഷൻ പ്രോഗ്രാമേഴ്സ്, അതാണ് സോഫ്റ്റ്വെയർ എഞ്ചിനീയേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ DBA എന്നതാണ്. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം അല്ലേ. സോ ഫസ്റ്റ് എന്താണ്, ഡാറ്റാബേസ് അഡ്മിനിസ്ട്രേറ്റേഴ്സ്, ദാറ്റ് ഈസ് DBA. ഓക്കെ, സോ DBA എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ ഡാറ്റാബേസ് എൻവയോൺമെൻറ്റ് എടുത്തു കഴിഞ്ഞാൽ അതിലുള്ള പ്രൈമറി റിസോഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ ഡാറ്റാബേസ് തന്നെയാണ്. ഓക്കെ, സെക്കൻഡറി റിസോഴ്സായിട്ട് വരുന്നത് ഡാറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റം കറസ്പോണ്ടിങ് ആയിട്ടുള്ള സോഫ്റ്റ്വെയറും. ഓക്കെ, അപ്പോൾ ഈ റിസോഴ്സുകളെ എല്ലാം മാനേജ് ചെയ്യാനും മോണിറ്റർ ചെയ്യുകയൊക്കെ ചെയ്യുന്നത് ആരാണ്, ഈ ഡാറ്റാബേസ് അഡ്മിനിസ്ട്രേറ്ററാണ്. സോ ഡാറ്റാബേസ് അഡ്മിനിസ്ട്രേറ്റർ ഈസ് റെസ്പോൺസിബിൾ ഫോർ മോണിറ്ററിങ് ആൻഡ് കോർഡിനേറ്റിംഗ് ആൻഡ് മാനേജിങ് ആൾ ദീസ് ടൈപ്പ് ഓഫ് റിസോഴ്സസ്, ദാറ്റ് ഈസ് ദ റിസോഴ്സസ് ഇൻ എ ഡാറ്റാബേസ് എൻവയോൺമെൻറ്റ്. ഓക്കെ, അതുപോലെ ആരൊക്കെ ആക്സസ് പ്രൊവൈഡ് ചെയ്യണം, ഏതൊക്കെ ആൾക്കാർക്കാണ് ഡാറ്റാബേസ് ആക്സസ് ചെയ്യാൻ അനുവാദമുള്ളത്, അതുപോലെ അവർ എന്തൊക്കെ ആ കോർഡിനേഷൻ, അതിൻ്റെ മോണിറ്ററിങ്, എന്തൊക്കെ യൂസാണെന്നുള്ളത് മോണിറ്റർ ചെയ്യുക, എന്തൊക്കെ യൂസ് ചെയ്യണം എന്നുള്ളത് മോണിറ്റർ ചെയ്യുക, അതുപോലെ എന്തൊക്കെ സോഫ്റ്റ്വെയറും ഹാർഡ്വെയർ റിസോഴ്സാണ് വേണ്ടതെന്നുള്ളതൊക്കെ മനസ്സിലാക്കുക. ഇതെല്ലാം ചെയ്യുന്നത് ആരാണ്, DBA ആണ്. അതുപോലെ എന്തെങ്കിലും സെക്യൂരിറ്റി പ്രോബ്ലം ഉണ്ടെങ്കിൽ അത് കൺസിഡർ ചെയ്യുന്നതും റെസ്പോൺസ് ടൈം എന്ന് പറഞ്ഞാൽ അറിയാലോ, നമ്മൾ റിക്വസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് തിരിച്ച് കിട്ടുന്ന റെസ്പോൺസ്. ഓക്കെ, അപ്പോൾ നമുക്ക് പെട്ടെന്ന് റെസ്പോൺസ് കിട്ടണം അല്ലേ. അപ്പോൾ റെസ്പോൺസ് ടൈമൊക്കെ ഉണ്ടെങ്കിൽ, പുവർ റെസ്പോൺസ് ടൈമൊക്കെ ആണെങ്കിൽ അതെല്ലാം നോക്കുന്നത് ആരാണ്, ഈ ഡാറ്റാബേസ് അഡ്മിനിസ്ട്രേറ്റർ ആയിരിക്കും. ഓക്കെ, സോ അതാണ് DBA. സെക്കൻഡ് വൺ ആണ് ഡാറ്റാബേസ് ഡിസൈനേഴ്സ് എന്ന് പറയുന്നത്. ഡാറ്റാബേസ് ഡിസൈനേഴ്സാണ് നമ്മുടെ ഡാറ്റാബേസിൽ സ്റ്റോർ ചെയ്ത ഡാറ്റ ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. അതായത് ഡാറ്റ ഐഡൻറ്റിഫൈ ചെയ്യുന്നത് ആരാണ്, ഡാറ്റാബേസ് ഡിസൈനേഴ്സാണ്. സോ ഡാറ്റാബേസ് ഡിസൈനേഴ്സ് ചെയ്യുന്നത് എന്താണ്, ഐഡൻറ്റിഫൈയിങ് ദി ഡാറ്റ ടു ബി സ്റ്റോർഡ് ഇൻ അവർ ഡാറ്റാബേസ്. നമ്മുടെ ഡാറ്റാബേസിൽ സ്റ്റോർ ചെയ്ത ഡാറ്റ ഐഡൻറ്റിഫൈ ചെയ്യുക, പിന്നെ അതിനൊരു പ്രോപ്പർ ഫോർമാറ്റിലേക്ക് റെപ്രസെൻറ്റ് ചെയ്യുക. ഓക്കെ, അതായത് ഒരു പെർട്ടിക്കുലർ സ്ട്രക്ചർ കണ്ടുപിടിച്ചിട്ട് ആ പെർട്ടിക്കുലർ സ്ട്രക്ചറിൽ ആ ഡാറ്റ റെപ്രസെൻറ്റ് ചെയ്യുക, ഡാറ്റ സ്റ്റോർ ചെയ്യുക. പിന്നെ എന്താണ്, യൂസറായിരിക്കും അല്ലേ ഡാറ്റാബേസ് ആക്സസ് ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ എല്ലാ ടൈപ്പ് യൂസേഴ്സുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ആരാണ്, ഈ ഡാറ്റാബേസ് ഡിസൈനർ ആയിരിക്കും. അപ്പോൾ യൂസറിന് എന്തൊക്കെ റിക്വയർമെൻറ്റ്സ് ഉണ്ടോ ആ റിക്വയർമെൻറ്റ്സ് എല്ലാം ഐഡൻറ്റിഫൈ ചെയ്യുന്നത്, ആ റിക്വയർമെൻറ്റ്സ് എല്ലാം മീറ്റ് ചെയ്യുന്ന രീതിയിൽ ഡിസൈൻ ക്രിയേറ്റ് ചെയ്യുന്നതൊക്കെ ആരാണ്, ഈ ഡാറ്റാബേസ് ഡിസൈനേഴ്സ് ആയിരിക്കും. ഓക്കെ, അതുപോലെ ഡാറ്റാബേസിന് വ്യൂ പ്രൊവൈഡ് ചെയ്യുന്നതൊക്കെ ഈ ഡാറ്റാബേസ് ഡിസൈനേഴ്സ് ആയിരിക്കും. സോ ഡാറ്റാബേസ് ഡിസൈനേഴ്സ് ചെയ്യുന്നത് എന്താണ്, നമ്മുടെ ഡാറ്റ അല്ലേ, ഡാറ്റാബേസിൽ സ്റ്റോർ ചെയ്ത ഡാറ്റ ഐഡൻറ്റിഫൈ ചെയ്യുക, ഒരു പർട്ടിക്കുലർ സ്ട്രക്ചർ ചൂസ് ചെയ്യുക, എന്തിന്, അത് റെപ്രസെൻറ്റ് ചെയ്യാനും, ഡാറ്റ റെപ്രസെൻറ്റ് ചെയ്യാനും സ്റ്റോർ ചെയ്യാനും വേണ്ടിയിട്ടും എല്ലാ ടൈപ്പ് ഓഫ് ഡാറ്റാബേസ് യൂസേഴ്സുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതും ഈ ഡിസൈനേഴ്സ് ആയിരിക്കും. എന്തിന്, റിക്വയർമെൻറ്റ്സ് എല്ലാം സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, പിന്നെന്താണ്, വ്യൂസ് ഡെവലപ്പ് ചെയ്യാൻ, ഗ്രൂപ്പ് ഓഫ് യൂസേഴ്സായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ട് വ്യൂ ഡെവലപ്പ് ചെയ്യുന്നതൊക്കെ ആരാണ്, ഡാറ്റാബേസിൻ്റെ ഈ ഡാറ്റാബേസ് ഡിസൈനേഴ്സ് ആയിരിക്കും. ഓക്കെ, സോ അതാണ് ഡാറ്റാബേസ് ഡിസൈനേഴ്സ്. ദെൻ തേർഡ് ആണ് യൂസേഴ്സ്, എൻഡ് യൂസേഴ്സ്. ഓക്കെ, അപ്പോൾ നമ്മുടെ സിലബസിൽ എൻഡ് യൂസേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ട് ടോപ്പിക്ക്. ഓക്കെ, അപ്പോൾ എൻഡ് യൂസേഴ്സ് എന്ന് പറഞ്ഞാൽ കുറേ ടൈപ്പ് യൂസേഴ്സ് ഉണ്ട്. അപ്പോൾ എൻഡ് യൂസേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നമ്മുടെ ഡാറ്റാബേസ് ആക്സസ് ചെയ്യുന്ന, അതായത് ഡാറ്റാബേസ് യൂസ് ചെയ്തിട്ട് ജോബ് ചെയ്യുന്ന കുറേ ആൾക്കാരാണ്. എന്തിന്, റിപ്പോർട്ട്, അതായത് ക്വറി ചെയ്യാൻ, അപ്ഡേറ്റ് ചെയ്യാൻ, റിപ്പോർട്ട് ക്രിയേറ്റ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് ഡാറ്റാബേസ് യൂസ് ചെയ്യുന്ന പീപ്പിൾസിനെയാണ് നമ്മൾ എൻഡ് യൂസേഴ്സ് എന്ന് പറയുക. ഇനി ഈ എൻഡ് യൂസേഴ്സ് കുറേ ടൈപ്പ് ഉണ്ട്. ഓക്കെ, അപ്പോൾ എൻഡ് യൂസേഴ്സിൽ ഫസ്റ്റ് ടൈപ്പാണ് കാഷ്വൽ എൻഡ് യൂസേഴ്സ്, സാധാരണ. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ടൈപ്പാണ് കാഷ്വൽ എൻഡ് യൂസേഴ്സ്. ഒക്കേഷണലി ഡാറ്റാബേസ് ആക്സസ് ചെയ്യുന്ന ആൾക്കാരിനെയാണ് എന്ത് പറയുക, ഒക്കേഷണലി ഡാറ്റാബേസ് ആക്സസ് ചെയ്യുന്ന ആൾക്കാരെയാണ് നമ്മൾ കാഷ്വൽ എൻഡ് യൂസേഴ്സ് എന്ന് പറയുക. ബട്ട് ദേ മേ നീഡ് ഡിഫറെൻറ്റ് ഇൻഫർമേഷൻ ഈച്ച് ടൈം. ഓക്കെ, ഇപ്പോൾ ഒക്കേഷണലി ആക്സസ് ചെയ്യുമെങ്കിലും അവർക്ക് പലതരത്തിലുള്ള ഇൻഫർമേഷൻ ഓരോ സമയത്തും ആവശ്യമായിട്ട് വരും. ഓക്കെ, അപ്പോൾ ഇവരിതിന് വേണ്ടി യൂസ് ചെയ്യുന്നതാണ് സോഫിസ്റ്റിക്കേറ്റഡ് ഡാറ്റാബേസ് ക്വറി ലാംഗ്വേജ്. ക്വറി ലാംഗ്വേജ് ഉപയോഗിച്ചിട്ടാണ് ഇവർ ക്വറി ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ സോഫിസ്റ്റിക്കേറ്റഡ് ക്വറി ലാംഗ്വേജ് ഉപയോഗിച്ചിട്ടാണ് അവരുടെ റിക്വസ്റ്റുകളെല്ലാം സ്പെസിഫൈ ചെയ്യുന്നത്.
ഓക്കെ, അപ്പോൾ ഇവരാണ് മിഡിൽ അല്ലെങ്കിൽ ഹൈ ലെവൽ മാനേജേഴ്സ് എന്ന് പറയുക, അല്ലെങ്കിൽ ഒക്കേഷണൽ ബ്രൗസേഴ്സ്. ഓക്കെ, അപ്പോൾ കാഷ്വൽ എൻഡ് യൂസേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒക്കേഷണലി മാത്രമേ ഡാറ്റാബേസ് ആക്സസ് ചെയ്യുന്നുള്ളൂ. പക്ഷേ അവർക്ക് പല സമയത്തും പല ഇൻഫർമേഷൻ ആയിരിക്കും ആവശ്യമായിട്ട് വരിക. അതിന് വേണ്ടി അവരെന്ത് ചെയ്യുന്നു, കൊറി ലാംഗ്വേജ് ഉപയോഗിച്ചിട്ടാണ് അവർ ഡാറ്റാസ് ആക്സസ് ചെയ്യുന്നത്, റിക്വസ്റ്റുകൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ദെൻ സെക്കൻഡ് വണ്ണാണ് നെയ്വ് യൂസേഴ്സ്. നെയ്വ് അല്ലെങ്കിൽ പാരാമെട്രിക് എൻഡ് യൂസേഴ്സ്. പാരാമെട്രിക് എൻഡ് യൂസേഴ്സ്. ഓക്കെ, അപ്പോൾ സെക്കൻഡ് ടൈപ്പ് ഓഫ് എൻഡ് യൂസറാണ് നെയ്വ് യൂസേഴ്സ് അല്ലെങ്കിൽ പാരാമെട്രിക് എൻഡ് യൂസേഴ്സ് എന്ന് പറയുക. ഓക്കെ, ഇവരെന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കോൺസ്റ്റൻ്റ്ലി എന്ത് ചെയ്യുന്നു, ഡാറ്റാബേസിനെ കൊറി ചെയ്യുന്നു, അതുപോലെ ഡാറ്റാബേസ് അപ്ഡേറ്റ് ചെയ്യുന്നു. സ്റ്റാൻഡേർഡ് കൊറീസൊക്കെ ഉപയോഗിച്ചുകൊണ്ടാണ് ഇത് ചെയ്യുക. അപ്പോൾ സ്റ്റാൻഡേർഡ് കൊറീസ് ഉപയോഗിച്ചുകൊണ്ട് ഇവരെന്ത് ചെയ്യുന്നു, കൊറിയും ചെയ്യുന്നു. ഡാറ്റാബേസിൽ കൊറി എന്ന് പറഞ്ഞാൽ ക്വസ്റ്റ്യൻ അല്ലേ, ഡാറ്റാബേസ് കോൺസ്റ്റൻ്റ്ലി കൊറി ചെയ്യുന്നു, അതേപോലെ ഡാറ്റാബേസ് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. ഓക്കെ, അപ്പോൾ നെയ്വ് അല്ലെങ്കിൽ പാരാമെട്രിക് യൂസേഴ്സ് എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യുന്നു, കോൺസ്റ്റൻ്റ് ആയിട്ട് ഡാറ്റാബേസ് കൊറി ചെയ്യുന്നു യൂസിങ് സ്റ്റാൻഡേർഡ് കൊറീസ് ആൻഡ് അപ്ഡേറ്റ് ദി ഡാറ്റാബേസ്. ഇവിടെ ട്രാൻസാക്ഷൻസിനെയാണ് നമ്മളിവിടെ ക്യാൻഡ് ട്രാൻസാക്ഷൻസ് എന്ന് പറയുന്നത്. ഈ ക്യാൻഡ് ട്രാൻസാക്ഷൻസ് നമ്മൾ കെയർഫുള്ളി പ്രോഗ്രാം ചെയ്യണം, ടെസ്റ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ നെയ്വ് യൂസേഴ്സ് ചെയ്യുന്നത് കോൺസ്റ്റൻ്റ് ആയിട്ട് ഡാറ്റാബേസിനെ കൊറി ചെയ്യുക, അപ്ഡേറ്റ് ചെയ്യുക, കൊറീസൊക്കെ ഉപയോഗിച്ചിട്ട്. അപ്ഡേറ്റ് ചെയ്യുന്നത് ക്യാൻഡ് ട്രാൻസാക്ഷൻസ് വഴിയാണ് അവർ അപ്ഡേറ്റ്സ് ചെയ്യുന്നുണ്ടാവുക. സോ കൊറി ചെയ്യുന്നു, അപ്ഡേറ്റ് ചെയ്യുന്നു. കൊറി ചെയ്യുന്നത് സ്റ്റാൻഡേർഡ് കൊറീസ് ഉപയോഗിച്ചിട്ട്, അപ്ഡേറ്റ് ചെയ്യുന്നത് ക്യാൻഡ് ട്രാൻസാക്ഷൻസ് വെച്ചിട്ട്. ഓക്കെ, ഈ ട്രാൻസാക്ഷൻസ് എല്ലാം നമ്മൾ കെയർഫുള്ളി ആയിട്ട് പ്രോഗ്രാം ചെയ്യണം, അതുപോലെ ടെസ്റ്റ് ചെയ്യേണ്ടതും വേണം. ഓക്കെ, ഇനി തേർഡാണ് സോഫിസ്റ്റിക്കേറ്റഡ് എൻഡ് യൂസേഴ്സ്. ഇപ്പോൾ സോഫിസ്റ്റിക്കേറ്റഡ് എൻഡ് യൂസേഴ്സ് എന്ന് പറഞ്ഞാൽ എൻജിനീയേഴ്സ്, സയൻറ്റിസ്റ്റ്, അല്ലെങ്കിൽ എന്താണ് വലിയ വലിയ ബിസിനസ് അനലിസ്റ്റുകൾ, അവരെല്ലാം എന്ത് ചെയ്യുന്നു, അവർക്ക് ഡാറ്റാബേസൊക്കെ യൂസ് ചെയ്യാൻ അറിയാം. അവരുടേതായ രീതിയിൽ എന്ത് ചെയ്യുന്നു, ആപ്ലിക്കേഷൻസ് എല്ലാം ഡെവലപ്പ് ചെയ്യുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു, അവർ റിക്വയർമെൻറ്റ്സ് ഒക്കെ സാറ്റിസ്ഫൈ ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ വലിയ ആൾക്കാർ, അതായത് എൻജിനീയേഴ്സ്, സയൻറ്റിസ്റ്റ്, ബിസിനസ് അനലിസ്റ്റ്, അതുപോലെ മറ്റ് പലരും എന്താണ് നമ്മുടെ സ്വന്തം, അതായത് ഡാറ്റാബേസിൻ്റെ ഫെസിലിറ്റീസ് എല്ലാം അറിയുന്ന ആൾക്കാർ സ്വന്തമായ രീതിയിൽ ആപ്ലിക്കേഷൻസ് ഒക്കെ ഡെവലപ്പ് ചെയ്തിട്ട് അവരുടെ കോംപ്ലക്സ് റിക്വയർമെൻറ്റ്സ് എല്ലാം മീറ്റ് ചെയ്യുന്നതിനെയാണ്, അങ്ങനത്തെ യൂസേഴ്സാണ് സോഫിസ്റ്റിക്കേറ്റഡ് എൻഡ് യൂസേഴ്സ് എന്ന് പറയുക. ഓക്കെ, ഇപ്പോൾ ഡാറ്റാബേസ് DBMSൻ്റെ ഫെസിലിറ്റീസ് നന്നായിട്ട് മനസ്സിലാവുന്ന ആൾക്കാർ സ്വന്തമായിട്ട് എന്ത് ചെയ്യുന്നു, ആപ്ലിക്കേഷൻസ് ഡെവലപ്പ് ചെയ്തിട്ട് റിക്വയർമെൻറ്റ്സ് എല്ലാം മീറ്റ് ചെയ്യുന്നു. ഓക്കെ, അതായത് എൻജിനീയേഴ്സ്, സയൻറ്റിസ്റ്റുകൾ, ബിസിനസ് അനലിസ്റ്റുകൾ, അങ്ങനത്തെ ആൾക്കാരൊക്കെ, അത്തരം ആൾക്കാരെയാണ് നമ്മൾ സോഫിസ്റ്റിക്കേറ്റഡ് എൻഡ് യൂസേഴ്സ് എന്ന് പറയുക. ഇനി നാലാമത്തെ കാറ്റഗറിയാണ് സ്റ്റാൻഡ് അലോൺ എൻഡ് യൂസേഴ്സ്. ഓക്കെ, നെക്സ്റ്റ് സ്റ്റാൻഡ് അലോൺ എൻഡ് യൂസേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സ്വന്തമായിട്ടൊരു ഡാറ്റാബേസ് ഒക്കെ മെയിൻറ്റെയിൻ ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, അതായത് സ്റ്റാൻഡ് അലോൺ എൻഡ് യൂസേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ പേഴ്സണൽ ഡാറ്റാബേസ് മെയിൻറ്റെയിൻ ചെയ്യും, സ്വന്തമായിട്ടൊരു ഡാറ്റാബേസ് മെയിൻറ്റെയിൻ ചെയ്യും. ഓക്കെ, സോ സ്റ്റാൻഡ് അലോൺ യൂസേഴ്സ് മെയിൻറ്റെയിൻ പേഴ്സണൽ ഡാറ്റാബേസ് ബൈ യൂസിങ് റെഡിമെയ്ഡ് പ്രോഗ്രാം പാക്കേജസ്. ഓക്കെ, റെഡിമെയ്ഡ് പ്രോഗ്രാം പാക്കേജ് ഉപയോഗിച്ചിട്ട് സ്വന്തമായിട്ട് ഡാറ്റാബേസ് എല്ലാം മെയിൻറ്റെയിൻ ചെയ്യുന്ന ആൾക്കാരിനെയാണ് നമ്മൾ സ്റ്റാൻഡ് അലോൺ എൻഡ് യൂസേഴ്സ് എന്ന് പറയുക. അപ്പോൾ അവർ അവരുടേതായ രീതിയിൽ ഈസി ആയിട്ട് മെനൂസൊക്കെ ക്രിയേറ്റ് ചെയ്യും, GUI ഒക്കെ വെച്ചിട്ട് അവർ മെനു ഒക്കെ ക്രിയേറ്റ് ചെയ്യും. ഇപ്പോൾ ഒരു ടാക്സ് പാക്കേജിൻ്റെ ഒരു യൂസർ എന്ത് ചെയ്യുന്നു, പലതരത്തിലുള്ള ഫിനാൻഷ്യൽ ഡാറ്റ, ടാക്സ് പർപ്പസിന് വേണ്ടിയുള്ള ഫിനാൻഷ്യൽ ഡാറ്റാസൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കുന്നു. ഓക്കെ, അപ്പോൾ അതേപോലെ നമ്മുടെ സ്വന്തമായ രീതിയിലൊരു ഡാറ്റാബേസ് മെയിൻറ്റെയിൻ ചെയ്യുകയാണ്. അത്തരം യൂസേഴ്സാണ് സ്റ്റാൻഡ് അലോൺ എൻഡ് യൂസേഴ്സ്. അപ്പോൾ കാഷ്വൽ എൻഡ് യൂസേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വല്ലപ്പോഴും അതായത് ഒക്കേഷണലി ഡാറ്റാബേസ് ആക്സസ് ചെയ്യുന്ന ആൾക്കാരാണ് കാഷ്വൽ എൻഡ് യൂസേഴ്സ്. നെയ്വ് ഓർ പാരാമെട്രിക് എൻഡ് യൂസേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺസ്റ്റൻ്റ്ലി എന്ത് ചെയ്യുന്നു, ഡാറ്റാബേസിനെ കൊറി ചെയ്യുന്നു, അപ്ഡേറ്റ് ചെയ്യുന്നു യൂസിങ് സ്റ്റാൻഡേർഡ് കൊറീസ് ആൻഡ് ക്യാൻഡ് ട്രാൻസാക്ഷൻസ്. സോഫിസ്റ്റിക്കേറ്റഡ് എൻഡ് യൂസേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഡാറ്റാബേസുമായിട്ട് കൂടുതൽ ഫെമിലറൈസ്ഡ് ആയിട്ടുള്ള ആൾക്കാർ, അതായത് എൻജിനീയേഴ്സ്, സയൻറ്റിസ്റ്റ്, ബിസിനസ് അനലിസ്റ്റ്, അല്ലെങ്കിൽ മറ്റ് പേഴ്സൺസ്, അവരെന്ത് ചെയ്യുന്നു, റിക്വയർമെൻറ്റ്സ് എല്ലാം സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിൽ പുതിയ ആപ്ലിക്കേഷൻ ഡെവലപ്പ് ചെയ്യുന്നു. ദെൻ സ്റ്റാൻഡ് അലോൺ എൻഡ് യൂസേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റാൻഡ് അലോൺ അല്ലേ, അവർ സ്വന്തമായിട്ട് തന്നെ ഒരു ഡാറ്റാബേസ് മെയിൻറ്റെയിൻ ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു, എങ്ങനെ വെച്ചിട്ട് റെഡിമെയ്ഡ് പ്രോഗ്രാം പാക്കേജസ് വെച്ചിട്ട് സ്വന്തമായിട്ടുള്ള പേഴ്സണൽ ഡാറ്റാബേസിനെ മെയിൻറ്റെയിൻ ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഇതാണ് 4 ടൈപ്പ് യൂസേഴ്സ്. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ട് വരുന്നത് എന്താണ്, ആക്ടേഴ്സ് ബിഹൈൻഡ് ദ സീനാണ്. ഇപ്പോൾ നമ്മൾ DBA പറഞ്ഞു, ഡാറ്റാബേസ് ഡിസൈനേഴ്സ് പറഞ്ഞു, എൻഡ് യൂസേഴ്സ് പറഞ്ഞു. ഇനി ലാസ്റ്റ് വണ്ണാണ് സിസ്റ്റം അനലിസ്റ്റ് ആൻഡ് ആപ്ലിക്കേഷൻ പ്രോഗ്രാമേഴ്സ്, അതായത് സോഫ്റ്റ്വെയർ എഞ്ചിനീയേഴ്സ്. എന്താണ് ഈ സിസ്റ്റം അനലിസ്റ്റ്? ഇപ്പോൾ നമ്മൾ നാലാമത്തെ ഇനി പറയണം. ഇപ്പോൾ സിസ്റ്റം അനലിസ്റ്റ് ആൻഡ് ആപ്ലിക്കേഷൻ പ്രോഗ്രാമേഴ്സ്. സിസ്റ്റം അനലിസ്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, യൂസറിൻ്റെ റിക്വയർമെൻറ്റ്സ് ഒക്കെ ഡീറ്റർമൈൻ ചെയ്യാം. ഓക്കെ, അതായത് നമ്മുടെ നെയ്വ് പാരാമെട്രിക് യൂസേഴ്സ് ഉണ്ടല്ലോ,
യൂസർ റിക്വയർമെൻറ്റ്സ് എല്ലാം സാറ്റിസ്ഫൈ ചെയ്യുക. ഓക്കെ, എന്തൊക്കെയാണ് യൂസറിൻ്റെ റിക്വയർമെൻറ്റ്സ്? ഏതൊക്കെ യൂസേഴ്സ്? നെയ്വ് യൂസേഴ്സ് ആണ് മെയിനായിട്ട് വരുന്നത്. നെയ്വ് അല്ലെങ്കിൽ പാരാമെട്രിക് എൻഡ് യൂസേഴ്സിൻ്റെ റിക്വയർമെൻറ്റ്സ് എല്ലാം സാറ്റിസ്ഫൈ ചെയ്യുക. അപ്പോൾ നെയ്വ് അല്ലെങ്കിൽ പാരാമെട്രിക് എൻഡ് യൂസേഴ്സിൻ്റെ റിക്വയർമെൻറ്റ്സ് എല്ലാം ഡിറ്റർമിൻ ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക? അതേപോലെ തന്നെ എങ്ങനെ ചെയ്യുക? ഈ പാരാമെട്രിക് യൂസേഴ്സ് എന്താ ചെയ്യുന്നത്? അവരെന്ത് ചെയ്യുന്നു? കോൺസ്റ്റൻ്റ്ലി ഡാറ്റാബേസിനെ അപ്ഡേറ്റ് ചെയ്യുന്നു. അതേപോലെ തന്നെ കൊറി ചെയ്യുന്നു യൂസിങ് സ്റ്റാൻഡേർഡ് കൊറീസ് ഉപയോഗിച്ചിട്ട്. അപ്ഡേറ്റ് ചെയ്യുന്നത് ക്യാൻഡ് ട്രാൻസാക്ഷൻസ് ഒക്കെ വെച്ചിട്ട് അല്ലേ. അപ്പോൾ ഇതൊക്കെ വെച്ചിട്ട് റിക്വയർമെൻറ്റ്സ് എല്ലാം ഐഡൻറ്റിഫൈ ചെയ്യുന്നത് ആരാണ്? ഈ സിസ്റ്റം അനലിസ്റ്റുകളായിരിക്കും. ഓക്കെ, അപ്പോൾ സിസ്റ്റം അനലൈസ് ചെയ്യുന്നത് റിക്വയർമെൻറ്റ്സ് എല്ലാം ഐഡൻറ്റിഫൈ ചെയ്യുക. നെക്സ്റ്റ് ആപ്ലിക്കേഷൻ പ്രോഗ്രാമേഴ്സ് അല്ലേ. ആപ്ലിക്കേഷൻ പ്രോഗ്രാമേഴ്സ് എന്താ ചെയ്യുന്നത്? അവർ ചെയ്യുന്നത് ഈ സ്പെസിഫിക്കേഷൻസ് ഒക്കെ ഇംപ്ലിമെൻറ്റ് ചെയ്യുക. അതായത് പ്രോഗ്രാമായിട്ട് ഈ എന്തൊക്കെ ആവശ്യങ്ങളുണ്ടെന്നുള്ളതൊക്കെ ഇംപ്ലിമെൻറ്റ് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക? അതിനെ ടെസ്റ്റ് ചെയ്യുക, ഡീബഗ് ചെയ്യുക, ഡോക്യുമെൻറ്റ് ചെയ്യുക, മെയിൻറ്റെയിൻ ചെയ്യുക. ഈ ട്രാൻസാക്ഷൻസ് ഒക്കെ നമ്മൾ കറക്റ്റായിട്ട് ടെസ്റ്റ് ചെയ്യും മോണിറ്റർ ചെയ്യുവാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ, ക്യാൻഡ് ട്രാൻസാക്ഷൻസ്. സോ അതെല്ലാം പ്രോഗ്രാം ചെയ്യുക, അതിനെ ടെസ്റ്റ് ചെയ്യുക അല്ലേ, പ്രോഗ്രാം ചെയ്യുക, അതിനെ ചെയ്ത പ്രോഗ്രാമിനെ ടെസ്റ്റ് ചെയ്യണം, ഡീബഗ് ചെയ്യണം, ഡോക്യുമെൻറ്റ് ചെയ്യണം, അതുപോലെ ആ ട്രാൻസാക്ഷൻസിനൊക്കെ എന്ത് ചെയ്യണം? മെയിൻറ്റെയിൻ ചെയ്യണം. ഓക്കെ, അപ്പോൾ ക്യാൻഡ് ട്രാൻസാക്ഷൻസ് നമ്മൾ ഈ സ്പെസിഫിക്കേഷൻസ് ഒക്കെ നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്ത് പ്രോഗ്രാംസ് ആയിട്ടായിരിക്കും അല്ലേ. അപ്പോൾ എന്ത് ചെയ്യണം? നമ്മൾ ആ പ്രോഗ്രാമിനെ എന്ത് ചെയ്യണം? ടെസ്റ്റ് ചെയ്യണം, ഡീബഗ് ചെയ്യണം, ഡോക്യുമെൻറ്റ് ചെയ്യണം, അതുപോലെ ട്രാൻസാക്ഷൻസ് ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യണം. ഓക്കെ, അപ്പോൾ അത്തരം അനലിസ്റ്റുകളെയും പ്രോഗ്രാമേഴ്സിനെയും പറയുന്ന പേരാണ് സോഫ്റ്റ്വെയർ എൻജിനീയേഴ്സ് ഓർ സോഫ്റ്റ്വെയർ ഡെവലപ്പേഴ്സ് എന്ന് പറയും. അപ്പോൾ സിസ്റ്റം അനലിസ്റ്റ് ആൻഡ് ആപ്ലിക്കേഷൻ പ്രോഗ്രാമേഴ്സിനെ പറയുന്ന പേരാണ് സോഫ്റ്റ്വെയർ എൻജിനീയേഴ്സ് ഓർ സോഫ്റ്റ്വെയർ ഡെവലപ്പേഴ്സ് എന്ന് പറയാം. ഓക്കെ, സോ അപ്പോൾ ഇത്രയാണ് ആക്ടേഴ്സ് ഓൺ ദി സീനിൽ വരുന്നത്. ഇപ്പോൾ ഡാറ്റാബേസ് അഡ്മിനിസ്ട്രേറ്റർ ഉണ്ട്, ഡാറ്റാബേസ് ഡിസൈനേഴ്സ് ഉണ്ട്, യൂസേഴ്സ് ഉണ്ട്, 4 ടൈപ്പ് യൂസേഴ്സ് ഉണ്ട്. അതേപോലെ സിസ്റ്റം അനലിസ്റ്റുകൾ ആൻഡ് ആപ്ലിക്കേഷൻ പ്രോഗ്രാമേഴ്സ്, അതായത് സോഫ്റ്റ്വെയർ എൻജിനീയേഴ്സ് ഓർ സോഫ്റ്റ്വെയർ ഡെവലപ്പേഴ്സ്. ഓക്കെ.